മുഖ്യമന്ത്രിയെ പുകഴ്ത്താൻ പിണറായി ദി ലെജൻഡ് എന്ന പേരിൽ ഡോക്യുമെന്ററിയുമായി സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല സംഘടന ലക്ഷങ്ങൾ ചെലവിട്ടാണ് 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഡോക്യുമെന്ററി നിർമ്മാണവും തലസ്ഥാനത്തെ ഡോക്യുമെന്ററി പ്രദർശനവും നടക്കുക. കാരണഭൂതനും കാവലാളുമായി പിണറായിയെ പാടിപ്പുകഴ്ത്തിയതിന് പിന്നാലെയാണ് നേതാവിനെ ഇതിഹാസമായി വാഴ്ത്താനുള്ള ഡോക്യുമെന്ററി എത്തുന്നത്. സ്തുതിഗീതം ഒരുക്കിയതിന് പിന്നാലെ പിണറായിയെ പുകഴ്ത്തി ഡോക്യുമെന്ററിയും വരികയാണ്. സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല ജീവനക്കാരുടെ സംഘടനയാണ് പിണറായി ദ ലെജൻഡ് എന്ന പേരിൽ ലക്ഷങ്ങൾ ചെലവിട്ട് ഡോക്യുമെന്ററി നിർമ്മിക്കുന്നത്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും. കാരണഭൂതനും കാവലാളുമായി പിണറായിയെ പുകഴ്ത്തിപ്പാടിയതിന് പിന്നാലെയാണ് നേതാവിനെ ഇതിഹാസമായി വാഴ്ത്തി ഡോക്യുമെന്ററി എത്തുന്നത്. 15 ലക്ഷം രൂപയാണ് ചെലവ്. നേമം സ്വദേശിയാണ് സംവിധായകൻ. നേതാവിന്റെ ജീവചരിത്രവും ഭരണനേട്ടങ്ങളും നേതൃപാഠവും ഉൾക്കൊള്ളുന്നതാണ് പ്രമേയം. തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുന്ന പിണറായിക്കുള്ള സമ്മാനമായാണ് CPM അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഡോക്യുമെന്ററി ഒരുക്കുന്നത്. നേരത്തെ അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടനത്തിന് പിണറായി എത്തുമ്പോൾ കേൾപ്പിക്കാൻ തയ്യാറാക്കിയ വാഴ്ത്തുപാട്ട് വിവാദമായിരുന്നു. വ്യക്തിപൂജാ വിവാദം CPM-ൽ വലിയ ചർച്ചയായിരിക്കുമ്പോഴായിരുന്നു പിണറായിക്കായുള്ള വാഴ്ത്തുപാട്ട് പുറത്തിറങ്ങിയത്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടന നടത്തുന്ന പരിപാടിയിൽ ഡോക്യുമെന്ററി പുറത്തിറക്കാനാണ് നീക്കം. ഇതിനിടെ സംഘടനയിൽ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അനുകൂലിക്കുന്നവർ തമ്മിലുള്ള ഭിന്നത പൊട്ടിത്തെറിയിലേക്കും എത്തിയിട്ടുണ്ട്. കൗൺസിൽ യോഗം ചേർന്ന് ജനറൽ സെക്രട്ടറി KN അശോക് കുമാറിനെ നീക്കിയതായി സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു. 4 മാസമായി പരിപാടിയിൽ പങ്കെടുക്കാത്തതിനാണ് നടപടിയെന്നായിരുന്നു വിശദീകരണം. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അശോക് കുമാറും മറ്റു 3 പേരും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനം, തിരുവനന്തപുരം.